ഹായ് ഹലോ. അപ്പൊ നമുക്ക് ബാഗിലൊക്കെ ഇടാൻ പറ്റും നല്ലൊരു അടിപൊളി കീ ചെയിൻ ഉണ്ടാക്കിയാലോ. കാണാൻ നല്ല അടിപൊളി ലുക്കാണ് ഗൈസ്. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. എങ്ങനെയാണല്ലേ പറഞ്ഞുതരാന്നേ. അപ്പോ നമ്മുടെ പൈപ്പ് ക്ലീനർ എടുക്കുക. കുറെ ദിവസമായി പൈപ്പ് ക്ലീനറോട്ട് എന്താ പറയാ ക്രാഫ്റ്റ് ചെയ്തിട്ട്. അപ്പം നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു പരിപാടി. ഓക്കെ, അത് നമ്മുടെ തുളിപ്പിന്റെ ഇതളുണ്ടല്ലോ അതൊന്ന് സെറ്റാക്കി കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത്ര വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ. അതാണ് അതിന്റെ ആ ഒരു ഷേപ്പ് കിട്ടുള്ളേ. എന്നിട്ട് അതൊരു ഒരു മൂന്നാലഞ്ചെണ്ണം സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കി വെച്ച് കൊടുത്താൽ സംഭവം സെറ്റാവും. കാണിച്ചു തരാം. പിന്നെ അതിന്റെ ലീഫും കൂടി സെറ്റാക്കി കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഗ്രീൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ യെല്ലോ എടുത്ത് ഷെയ്ഡ് എടുത്ത് കേട്ടോ. ഒരു പാസ്റ്റൽ കളേഴ്സ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് യോജിച്ചു പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി ഇങ്ങനെ ഒരു 4 ഷേപ്പിൽ സെറ്റാക്കി എടുക്കുക കേട്ടോ, അങ്ങനെ പൂ പോലെ. അതും കൂടി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഗ്ലൂ ഗണ്ണോട്ടാണ് റൗണ്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ മറ്റേ സ്പോഞ്ചോ അല്ലെങ്കിൽ പഞ്ഞൊക്കെ അല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാലും മതി കേട്ടോ. ഓക്കെ, ഗ്ലൂ ഗണ്ണ് ചൂടാവാൻ കുറച്ച് ടൈം എടുക്കും ഗൈസ്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് പേൾസും കൂടി സെറ്റാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് ഒട്ടിക്കുമ്പോൾ അതിന്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് ഷേപ്പ് ആക്കി കൊടുക്കാം. കാരണം പൈപ്പ് ക്ലീനർ ആണല്ലോ, നമ്മൾ വിചാരിച്ച ഷേപ്പിൽ തന്നെ അത് സെറ്റാക്കി തരും നമുക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അതൊന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് സെന്ററിൽ നല്ല യോജിച്ചിക്കണു, ബാക്കിൽ കുറച്ച് ഉണ്ടായിട്ടു, അങ്ങനെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതന്നെ. അത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ലീഫും കൂടി വെച്ചപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേഴ്സ് ഒന്ന് കോർത്ത് ഇങ്ങനെ ഒരു മാല പോലെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, എനിക്ക് എത്ര നീളം വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് സെറ്റ് ആക്കുക. എന്നിട്ട് പിന്നെ അത് അതിലൊരു നമ്മളെ നൂലോട്ട് തന്നെ ഞാൻ കെട്ടി കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കമ്പി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊണ്ട് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചെറിയ ചാംസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഞാൻ അതിൽ ഹാങ് ചെയ്താന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലൊരു യെല്ലോ ഷെയ്ഡിലുള്ള കുറച്ച് സീക്വൻസ് ആണ് അതിൽ നിറച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതും കൂടി അതിൽ ഹാങ് ചെയ്ത് വെച്ചപ്പോൾ നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ടുലിപ്പിന്റെ കുറച്ച് ഭാഗത്ത് വെച്ചിട്ട് എന്താ പറയാ ചെറിയ ചെറിയ പേഴ്സ് ഉണ്ടല്ലോ, അതും കൂടിയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഭംഗിക്ക്. ഓക്കെ, ഇതൊക്കെ ഓപ്ഷനിലാണ്. കാണാം കുറച്ച് ക്യൂട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ ഒരു പെട്ടെന്നൊരു ഐഡിയ ഉണ്ടപ്പോൾ ചെയ്താട്ടോ. സംഭവം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.